മരിച്ചാലും എന്നും നിത്യവസന്തമായിട്ട് തന്നെ വെക്കും. കാരണം ഒരുപക്ഷെ നസീർ സാറ് മരിച്ചാലോ അല്ലെ ജയൻ സാറ് മരിച്ചാലോ അവർക്കൊറ്റ പരിപാടി ഉണ്ടാവുള്ളൂ. അവരെ കാണിക്കുകയാണെങ്കിൽ കലാഭവൻ മണി ഇപ്പോൾ എഴുതി കാണിക്കുകയാണ് നാളെ രാവിലെ 9:30 കലാഭവൻ മണി നിരാധനായി എന്ന് കാണിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ചാനലുകൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇതുണ്ടാവും. ഇയാളുടെ നാടൻപാട്ട് മുതൽ മിമിക്രി മുതൽ തെലുങ്ക് സിനിമ, തമിഴ് സിനിമ, കന്നഡ സിനിമ, മലയാളം സിനിമ ഒരുപാട് വർഷങ്ങൾ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ. അത് പ്രത്യേകിച്ച് സിനിമാ താരങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഞാൻ മരിക്കുകയാണെങ്കിൽ ഒരു 2-3 ആഴ്ചത്തെ എപ്പിസോഡ് തന്നെ ഉണ്ടാവും. ഒരുപാട് താരം കാണിക്കാൻ തന്നെ. ഞാനത് മനസ്സിൽ കണ്ടുകൊണ്ടേ പറഞ്ഞട്ടെ. ഈ സിനിമാ നടന്മാർ മരിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ ഉണ്ടാവും. പിന്നെ കലാഭവൻ മണി മരിച്ചാലും എന്നും നിത്യവസന്തമായിട്ട് തന്നെ വെക്കും. കാരണം ഗോവ എത്തിയപ്പോ ഒരു 5-6 കാരവൺ. ആ കാരവന്റെ അടുത്ത് മാനേജർ ഒന്നും മനസ്സിലായി உங்களுக்கு இந்த കാരവൺ. ഓ ശരി, കാരവൺ ആയിക്കോട്ടെ, സന്തോഷം. മേക്കപ്പ് ഒക്കെ ഇടാൻ പറഞ്ഞു. മേക്കപ്പ് ഇട്ടു, മുണ്ട കൊടുത്തു, മറ്റേ ചെത്തുകാരന്റെ റോളൊക്കെ കെട്ടി വേഷം ചെയ്തു. കാരവണായി. അപ്പൊ അത് കഴിഞ്ഞ് നേരെ പുറത്തിറങ്ങി ഞാൻ ഇതൊക്കെ ചെയ്യുന്ന ഇങ്ങനെ ശങ്കർ സാറിന് വേഷം കാണിച്ചു കൊടുത്തോണ്ട് നോക്കുമ്പോ ഒരു ചെറിയൊരു കൈ എന്റെ തോളിക്കോടെ വീണപ്പോ എന്റെ കയ്യിലൊരു വെട്ടുകത്തി, വാക്കത്തി എന്നൊക്കെ പറയില്ലേ, വെട്ടുകത്തി ഇങ്ങനെ ഇരിക്കുക. അരുവ എന്ന് പറയാനാ, അറിയില്ല, പല നാട്ടില് പല ഭാഷയല്ല. ഇതിരിക്കുക, ഒരു കൈയും കൂടി വന്നു വിടും. ഞാൻ ഇങ്ങോട്ട് നോക്കിയപ്പോ ഒരു കുഞ്ഞ് ചെറിയ കണ്ണ് വെച്ചിട്ട് ആ ചിരിയോടുകൂടി ഈ വെട്ടുകത്തി എന്റെ കയ്യിൽ നിന്ന് വന്നു നിൽക്കണ രജനീകാന്ത് സാറാ. അപ്പൊ ആള് പറയാ, വണക്കം മനസ്സാണ്, വണക്കം വണക്കം வணக்கம், உங்களை படம் தான் நிறைய பார்த்துருக்கேன். ரொம்ப பிடிக்கும், ரொம்ப சந்தோஷம். சங்கர் சார் பார்த்து பண்ணுங்க, கலாபவன் பெரிய கில்லாடிக்கு கில்லாடி பார்த்து பண்ணுங்க. வணக்கம் சார், வணக்கம் பண்ணுங்க. എനിക്ക് ഇതൊക്കെ കേട്ടോണ്ട് അടി മുതൽ വേണമെങ്കിൽ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വാളിട്ട് തന്നെ തുള്ളണ പോലെ പേടിച്ചിട്ടാണ്. ഈ മനുഷ്യനൊക്കെ 16 ബസ്സും 24 ബസ്സൊക്കെ പുറംകാലും മുടക്കി പിന്നെ ടാങ്കർ ലോറിയൊക്കെ ചങ്ങലിട്ട് അവിടെ ചവിട്ടി നിർത്തുന്ന ആളാ. അതും മിണ്ടി, അതും തൊള്ളിയായിട്ടാണ്, മിണ്ടിയില്ല. അത് കഴിഞ്ഞപ്പോ ഭയങ്കര ഇതായി. അത് കഴിഞ്ഞപ്പോ നമ്മുടെ അതായത് സൗന്ദര്യത്തിന്റെ റാണി, ഐശ്വര്യത്തിന്റെ റാണി ഐശ്വര്യ റോയ്, ഈ പുള്ളി എന്നെ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഹായ് കലാഭവൻ മണി സാർ, ഹൗ ആർ യു? ഐ ആം വെരി ഫൈൻ. I see that your movie. And which movie? വാസന്തിയും ലക്ഷ്മിയും പിന്നെ നാനും. വെരി ഗുഡ് മൂവി. താങ്ക് യു മാം. അടിപൊളിയായിരുന്നു മണിയണ്ണ. ചില ആൾക്കാർ പറയും, മണിച്ചേട്ടാ ഞങ്ങൾക്ക് പാട്ട് ഇഷ്ടമുള്ളൂ, ചേട്ടൻ്റെ അഭിനയം ഇഷ്ടേ ഇല്ല, നിങ്ങൾക്ക് അഭിനയിക്കാനേ അറിയില്ല. ഞങ്ങൾക്ക് ഇഷ്ടം ചേട്ടൻ്റെ പാട്ടുകളാണ്. ഉമ്പായി കുച്ചാണ്ട് മുതൽ കണ്ണിമാങ്ങ പ്രായത്തിൽ മുതൽ അതൊക്കെ ഇഷ്ടം. അപ്പൊ ഈ കറണ്ട് പോലെയാ, കറണ്ടും ബ്ലഡും പോലെയാ. കറണ്ടിൽ നെഗറ്റീവ് ഉണ്ട്, അതായത് കറണ്ടിൽ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്, ബ്ലഡിലുണ്ട് നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട്. എല്ലാത്തിലും അങ്ങനെ ചിന്തിക്കുന്ന ഒരു കുറേ ആൾക്കാരുണ്ടെന്നുള്ളതാണ്. കലാഭവൻ മണിയുടെ മരണം ഇപ്പോഴും ആൾക്കാർ പറയുന്നത് കലാഭവൻ മണിയെ സുഹൃത്തുക്കൾ കൊന്നതാണെന്ന് പറയുന്നത്. അതിപ്പോഴും എല്ലാവരും ഈ ശൂന്യതയിലെല്ലാം നിൽക്കുന്നുണ്ട്. ഓരോ അന്നത്തെ ഉണ്ടായിരുന്ന പാടിയിലുണ്ടായിരുന്ന മൂപ്പര സുഹൃത്തുക്കളെല്ലാം ഇപ്പോഴും കഴിച്ചുകൊണ്ടാണ് അങ്ങോട്ട് തന്നെയാണ്. എന്തെങ്കിലും പ്രശ്നമാകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വരും, ഇന്ന ആളാണ് മറ്റാൾ ഇങ്ങനെ ചെയ്തു, മറ്റത് ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാഭവൻ മണിക്ക് ഭയങ്കര വീക്കൻസാണ്. കുടുംബം പോലും സെക്കൻഡറി ഉള്ളൂ, ആദ്യം സുഹൃത്തുക്കളാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സുഹൃത്തുക്കൾ കൂടിയാണ് കലാഭവൻ മണി ആയത്. സിനിമയിൽ വന്നതും ദിലീപ് ഇവരൊക്കെയുള്ള ഒരു കൂട്ടാണ് അത് ഭയങ്കര ഒരു കാലഘട്ടമാണ് അത്. കലാഭവൻ മണിയെ സുഹൃത്തുക്കളില്ലെങ്കിൽ കലാഭവൻ മണി ഇല്ല. കലാഭവൻ ട്രൂപ്പിലായാലും സിനിമയിലായാലും അവരില്ലെങ്കിൽ കലാഭവൻ മണി ഇല്ല. അതുകൊണ്ട് ആ നന്ദിയാണ് കൂട്ടുകാരോട് കാണിക്കുന്നത്. ആ കൂട്ടുകാരിൽ ഒരാൾ പോലും കലാഭവൻ മണി മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ പോലും ഇല്ല. നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കുക. കലാഭവൻ മണീനെ വെറുതെ നമ്മൾ ഈ മരണത്തിനെ വെറുതെ അനാവശ്യമായി ചിത്രീകരിച്ച് CBI എന്തോരം അന്വേഷിച്ചു. ഈ കൂട്ടുകാരെയൊക്കെ കൊണ്ട് നുണപരിശോധന നടത്തി, ചെന്നൈയിൽ കൊണ്ടുപോയിട്ട് എല്ലാവരും തയ്യാറാടുന്നു, എല്ലാവരും കൊണ്ടുപോയി, എല്ലാവരും നുണപരിശോധന നടത്തി. എന്തെങ്കിലും ഒരു സൂചന കിട്ടിയ ആരുടെ മനസ്സിലും കലാഭവൻ മണീനെ ആ പാടിയിൽ വന്നിരുന്ന എല്ലാവരും അത്രയധികം ഇഷ്ടമുള്ള ഒരാളാണ്. അവർ ഈ സിനിമയിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ഈ കലാഭവൻ മണിയുടെ അവിടെ വരുമ്പോൾ ആളെ 4 നാടൻ പാട്ടും കുറച്ച് സുഖങ്ങളും കുറച്ച് മറ്റ് ഭക്ഷണങ്ങളും മറ്റുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് അവർ ഹാപ്പിയാണ്.
അതിന് വേണ്ടിയിട്ടാണ് അവരവിടെ വരുന്നത്. അല്ലാണ്ട് കലാഭവൻ മണീനെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഫീൽഡിൽ നിന്ന് ഔട്ടാക്കാനോ അല്ലെങ്കിൽ കൊല്ലാനോ ഒന്നുമല്ല അവർ വരുന്നത്. അവരാ കലാഭവൻ സുഹൃത്തുക്കളെ കലാഭവൻ മണി തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ 916 ആണ്. അവരെ സംശയിക്കേണ്ട കാര്യമില്ല. അപ്പോൾ കലാഭവൻ മണിയുടെ ജീവൻ എടുത്തത് കലാഭവൻ മണി തന്നെയാണ്. ശ്രദ്ധിക്കാണ്ട് ശരിക്കും കണ്ടമാനം മദ്യപിക്കുന്ന ഒരു വ്യക്തി അത് നിർത്താനായിട്ട് കൂട്ടുകാർ പറഞ്ഞില്ല, അതൊരു തെറ്റാണ്. അപ്പോൾ അതിലൊരു കൂട്ടുകാരൻ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കലാഭവൻ മണി ബീറല്ല കുടിക്കുന്നത്, ബീറിന് എന്താ പ്രശ്നം എന്നാ ചോദിക്കുന്നത്. പിന്നെ അന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തോ ഒരു വിഷത്തിൻ്റെ ഒരു അംശം എന്താ കണ്ടു എന്ന് പറഞ്ഞു. അത് ഈ ബീറും കുറച്ച് നാടൻ ചാരായം ഉണ്ടായിരുന്നു, അതും കൂടി മിക്സ് ചെയ്ത് കഴിച്ച കാരണമാണ് ഈ നാടൻ ചാരായം എടുക്കണം. നമുക്കറിയാലോ അവരെന്തൊക്കെയായാലും ഇടും, നമുക്ക് ഒരു പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു മിക്സിങ് വന്നുള്ളൊരു ടെസ്റ്റിൽ കണ്ടാണ്, അത് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടാണ്. അല്ലാണ്ട് ആരും വിഷം കൊടുത്തതോ കലാഭവണിന് ആരെങ്കിലും നമ്മുടെ ശത്രുക്കളോ ഒന്നും കലാഭവൻ മണിക്കില്ല. ശത്രുക്കളില്ലാത്തൊരു നടനാണ്, ശത്രുക്കൾ പോലും സ്നേഹിക്കുന്ന നടനാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ ആരെങ്കിലും ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുമോ? അപ്പോൾ അതുണ്ടാവില്ല. അത് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വാസം. നമ്മൾ കലാഭവൻ മണിയുടെ ഏറ്റവും വലിയ ഫാനാണ്. ഇപ്പോഴും നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടനാണ് കലാഭവൻ മണി. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കാനും അദ്ദേഹത്തിൻ്റെ പഴയ പടം കാണാനൊക്കെ നമുക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. അത്രയും മുത്താണ് അദ്ദേഹം നമ്മുടെ തൃശ്ശൂരിൻ്റെ, നമുക്ക് മറക്കാൻ കഴിയില്ല. കലാഭവൻ മണി മരിച്ചിട്ടില്ല എന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത്. കലാഭവൻ മണി നമ്മുടെ ശൂന്യതയിലുണ്ട്. കലാഭവൻ മണിക്ക് മരണമില്ല, ജയൻ്റെ പോലെ മരണമില്ലാത്തൊരു നടനാണ് അദ്ദേഹം. അതൊക്കെ പോട്ടെ. അപ്പോൾ കലാഭവൻ മണിക്ക് ഈ കൂട്ടുകാരായിട്ട് ഇങ്ങനെ നടക്കുന്നതും കൂട്ടുകാരെ കൂടെ കൂട്ടുകൂടുന്നതും ഈ മദ്യപിക്കുന്നതൊന്നും ഭാര്യയ്ക്കും മക്കൾക്കും നമ്മുടെ അനിയന്മാർക്കൊന്നും ഇഷ്ടമല്ല. പല പ്രാവശ്യം ഉപേക്ഷിച്ചിട്ടുണ്ട്, ഉപദേശിച്ചിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യരുത്, ആരോഗ്യം നോക്കണം, ഇങ്ങനെ മദ്യപിക്കരുത്. പല സിനിമകൾക്ക് കൊടുക്കുന്ന ഡേറ്റ് വരെ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇവിടെ ഇരുന്നത് കൂട്ടുകാരെ കൂടെ മദ്യപിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ വീട്ടുകാർക്ക് കലാഭവൻ മണിയോട് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ കൃത്യമായിട്ട് സ്ട്രോങ് ആയിട്ട് മദ്യപാനം നിർത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപിക്കുന്ന ആൾക്കാർ എന്താ ചെയ്യുക? ആ പറയുന്ന ആൾക്കാർ വെറുക്കും. 2-3 ദിവസമായിട്ട് മരിക്കണേൽ 2-3 ദിവസം 4-5 ദിവസമായിട്ട് ആൾ പാടിയിൽ തന്നെ നടന്നു പറഞ്ഞു, വീട്ടിൽ പോകാറില്ല. എന്താണ് ഈ കൂട്ടുകാരായിട്ട്? അതാ ഏതൊരു ഭാര്യയ്ക്കായാലും മകൾക്കായാലും അങ്ങനെയല്ലേ. നമ്മുടെ ജോലി ചെയ്ത് നമ്മൾ 10 രൂപ കൊണ്ടുവരിക. കൂട്ടുകാരൊക്കെ വേണം, പക്ഷേ 24 മണിക്കൂറും കൂട്ടുകാരായിട്ട് മദ്യപിച്ചിരിക്കുന്നത് ചെയ്യാൻ പാടില്ല എന്ന് കുടുംബക്കാർ പറഞ്ഞാൽ തെറ്റില്ല. അപ്പോൾ അതൊന്നും കലാഭവണിക്ക് ഇഷ്ടമില്ല. കലാഭവണിക്ക് നമ്മുടെ പാവപ്പെട്ടവരെയും കൂട്ടുകാരെയും ഓട്ടോറിക്ഷക്കാരെയും മാറ്റി വെച്ചുകൊണ്ട് ഒരു ജീവിതം ഇല്ല അദ്ദേഹത്തിന്. എനിക്ക് കലാഭവണിനെ അടുത്തറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗുരുവായൂർ കേശവൻ എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു. മാർട്ടിൻ ചാലിശ്ശേരി ഡയറക്റ്റ് ചെയ്ത്. ആ പടം നല്ല രീതിയിൽ, ആ സീരിയൽ നല്ല രീതിയിൽ സൂര്യ ടി വിയിൽ കളിച്ചു. 150 എപ്പിസോഡ് പോയി. അപ്പോൾ ആ സമയത്ത് ജയറാമിന് അതിൻ്റെ ടൈറ്റിൽ സോങ് ഷൂട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ ജയറാമിന് ഭയങ്കര തിരക്കാണ്. ആനേനെ വെച്ചിട്ടാണ് 3 ആനേനെ വെച്ചിട്ടാണ് ടൈറ്റിൽ സോങ് എടുത്തത്. അപ്പോൾ ആ ടൈറ്റിൽ സോങ് ജയറാം ഒഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കുള്ളത് കലാഭവൻ മണിയാണ്. കലാഭവൻ മണിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴിൽ കത്തി കയറി നിൽക്കുന്ന സമയമാണ്, കേരളത്തിൽ ഇല്ല ആൾ. അങ്ങനെ മാറ്റിന് ഞങ്ങളെ കൂടി പോയി പാടിയിൽ പോയി. ഒരു ദിവസം അവിടെ ആൾ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളവിടെ ചെന്ന് സംസാരിച്ചു. മാറ്റിനായിട്ട് നല്ല ബന്ധമാണ്. അപ്പോൾ മാറ്റിനോട് പറഞ്ഞതാണ്, മാറ്റിനെ നിൻ്റെ ഒരു സീരിയലിൽ വന്ന് ടൈറ്റിൽ സോങ് അഭിനയിക്കാൻ എനിക്ക് യാതൊരു പ്രശ്നമില്ല, പക്ഷേ സമയമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ എന്നിരുന്നാലും നീ ഒരു ദിവസം ഞാൻ പറയാം, അന്ന് നീ അവിടെ ഷൂട്ടിങ് വെച്ചോ, ഉച്ചയ്ക്കുള്ളിൽ എന്നെ വിടണം, ഒറ്റ പാട്ട് ഉച്ചയ്ക്കുള്ളിൽ എടുത്ത് തീർക്കണം. അതൊക്കെ സമ്മതിച്ച്. പക്ഷേ അന്ന് കൃത്യമായിട്ട് 3 ആനയും സെറ്റപ്പ് എല്ലാം റെഡിയാക്കി ആൾ കൃത്യസമയത്ത് വന്നു. 3 കാർ ആളാണ് വന്നത്. സുഹൃത്തുക്കളാണ്. 3 കാറ് നിറച്ച്. അത് ഇവർ വരുമ്പോൾ അവർ വലിയൊരു ഹോട്ടലിലാണ് താമസിക്കുന്നത്. അവിടെ എല്ലാവരും കൂടി ഷൂട്ടിങ്ങിനും കലാഭവൻ മണി വന്നു. അങ്ങനെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോൾ റെമണ്ടേഷൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, റെമണ്ടേഷൻ ഒന്നും പറയില്ല, നിങ്ങളെന്നെ തന്നാൽ മതി പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, പറയാണ്ട് ഇങ്ങനെ തരിക, എന്തെങ്കിലും പറഞ്ഞു ചിലപ്പോൾ ഞങ്ങൾ തരുന്നത് കൂടുതലാവും, ചിലപ്പോൾ കുറവാകും. അപ്പോൾ പറഞ്ഞു ഒരു 50,000 രൂപ കൊടുത്തോ. ആ 50,000 രൂപ ഇന്ന് നമ്മുടെ അടുത്തൊരു അനാഥശാലയുണ്ട്, അവിടുത്തെ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള കാശത്. അവർക്ക് ഈ കാശ് കൊണ്ടുപോയി അവിടെ കൊടുക്കുന്നത്. അവർ 2 ദിവസം കഴിയുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ കൂടെ പോയി അവരെ കൂടെ ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞു. അപ്പം നമുക്ക് വലിയ സന്തോഷമായി. അദ്ദേഹം ആ 50,000 രൂപ മേടിച്ചത് ഒരു അനാഥാലയത്തിൽ കൊണ്ടുപോയിട്ട് കുട്ടികൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാനാണ്. എത്ര വലിയ കാര്യം, വലിയൊരു നടനത് കഴിയുള്ളൂ. ഉച്ചവരെ മുപ്പൊരു വെയിലും കൊണ്ട് ആനയുടെ മുമ്പിൽ വെച്ചിട്ട് ഈ പാട്ട് ഗിരീഷ് പുത്തഞ്ചേരിയ പാട്ട് എഴുതിയത്. ആ പാട്ട് അദ്ദേഹത്തെ പറഞ്ഞു, ഇതൊരു അമ്പലത്തിൻ്റെ കാര്യമാണ്, ഗുരുവായൂർ അപ്പൻ്റെ ഒരു ആനയാണ്, ആ ആനയുടെ കാലിൽ അഭിനയിച്ച് കിട്ടുന്ന കാശ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട്
ആൾ പോയി. അപ്പോൾ ഞങ്ങളെല്ലാവരും സംസാരിച്ചു, എന്തിനാപ്പോൾ ഈ കലാഭവൻ ഇതുപോലെ കൂട്ടുകാരെയും കൊണ്ടുവന്ന് നടക്കേണ്ട കാര്യം എന്താ? നമ്മൾ വിട്ട കാറിൽ ഇങ്ങോട്ട് വരേണ്ട കാര്യമുള്ളൂ, അതിന് ആളുടെ കാറിലെ വരുള്ള ആൾ. അതുപോലെ തന്നെ 3 വണ്ടി ആൾക്കാരുണ്ടാവും. ബോഡി ഗാർഡിൻ്റെ ആവശ്യമൊന്നുമില്ല. കലാഭവനിനെ ആരും ഉപദ്രവിക്കില്ല, ഒരു ബോഡി ഗാർഡിൻ്റെ ആവശ്യമില്ല. എന്നാലും അത് കൂട്ടുകാരോടുള്ള സ്നേഹമാണത്. ഇപ്പം എന്തായി, നമ്മുടെ ചെമ്മരുണ്ടെങ്കിലല്ലേ ചിത്രം എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെ കലാഭവനി ഇല്ല. കലാഭവമണി ഇല്ലാത്തൊരു ചാലക്കുടി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. കലാഭവനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ചാലക്കുടിയിൽ വലിയൊരു ആശുപത്രി പണിയണമെന്ന്. ആ ആശുപത്രിയിലത്തെ ഡോക്ടർ മകളെ ഡോക്ടറാക്കണമെന്നുണ്ടായിരുന്നു. സാധുക്കൾക്ക് മാത്രം ചികിത്സ, 10 പൈസ പഠിക്കാണ്ട് ചികിത്സിക്കുക എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആശുപത്രിയുടെ കാര്യം നടന്നില്ല. മകൾ ഡോക്ടറായി, പക്ഷേ ആശുപത്രിയുടെ കാര്യം നടന്നില്ല. ഉണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാലക്കുടിക്കാർക്ക് ഒരു ഭയങ്കര ഒരു ഗിഫ്റ്റായി തന്നെ. അപ്പോൾ അതിപ്പോൾ അങ്ങനെയാണ്. നല്ല നല്ല മനുഷ്യന്മാരെ ദൈവം വേഗം വിളിക്കും. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ ദൈവം വേഗം വിളിക്കും. അധികം നല്ല കാര്യം നീ അവിടെ ചെയ്യണ്ട, എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം. അപ്പോൾ നമ്മുടെ മരണം പല രീതിയിലാവും. ചിലപ്പോൾ മദ്യത്തിനെ കൊണ്ടായിരിക്കാം, അതുപോലെ ആക്സിഡൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ രോഗം വന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ പാമ്പ് കടിച്ചിട്ടായിരിക്കാം. എന്നിരുന്നാലും ദൈവം അറിയാണ്ട് ഒരു ഉറുമ്പ് പോലും മരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കലാഭവൻ മണിയുടെ മരണം ദൈവം ആ നിശ്ചയിച്ച സമയത്ത് ആ സെക്കൻഡിൽ പോയതാണ്. അതിപ്പോൾ ഇത്രയും ലക്ഷങ്ങളും കോടികളുള്ള ആളാണ്. അദ്ദേഹത്തിന് എന്തോ ലിവർ മാറ്റി വയ്ക്കാനായിട്ട് പറ്റില്ലേ? ഇപ്പോൾ അത് ബാല ലിവർ മാറ്റി വെച്ച് ഇപ്പോഴും ജീവിക്കുന്നില്ലേ? അദ്ദേഹം അതിന് ശ്രമിച്ചില്ല. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ ആ സമയത്ത് അതിന് പരിശ്രമിച്ചില്ല. രോഗം കൃത്യമായുള്ള സമയത്ത് കണ്ടെത്തിയില്ല. അപ്പോൾ അതെന്താ നമ്മൾ വിചാരിക്കേണ്ടത്? കലാഭവൻ മണിക്ക് ഈ ഭൂമിയിൽ ഇത്രയും ജീവിക്കാനുള്ള ആയുസുള്ളൂ. ആ സമയം കഴിഞ്ഞപ്പോൾ ആളങ്ങോട്ട് പോയി. ആളിപ്പോൾ ദൈവത്തിൻ്റെ വലതുവശത്തിരിക്കുന്നുണ്ടാവും. നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ചെല്ലുമ്പോൾ അവിടെ കാണാം. നമ്മളൊന്നും ദൈവത്തിനടുത്ത് എത്തില്ല, നമ്മളൊക്കെ വല്ല നരകത്തിൽ നിന്ന് എടുക്കണ്ടാവും. അപ്പോൾ കലാഭവൻ മണിയുടെ കുടുംബക്കാർക്കും കലാഭവൻ മണിയുടെ ഇപ്പോൾ ഉള്ള എല്ലാവർക്കും വീണ്ടും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ നമുക്കിവിടെ നിർത്താം. എന്നും നമ്മുടെ കയ്യിൽ മലയാളികളിൽ എന്നും ഒരു തീരാ നഷ്ടമാണ് കലാഭവൻ മണിയുടെ മരണം. അതെന്നും അങ്ങനെ തന്നെയായിട്ടിരിക്കും. അതാലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമമാണ്. നമ്മൾ ചാലക്കുടിയോടൊക്കെ പോകുമ്പോൾ ഒന്ന് ചെന്ന് ആ ശവക്കുടിയിലൊന്ന് കാണും. അത് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര വിഷമമാണ്. അപ്പോഴത്തെ പാടിയുടെ കെടുപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനേക്കാളും ബുദ്ധിമുട്ടാണ് വിഷമം അത്. എന്തായാലും എല്ലാം വിധിക്ക് വിട്ടുകൊടുക്കുക. എല്ലാവരും ഈ ഭൂമിയിൽ വന്നവരെല്ലാവരും ഒരു വിസ എടുത്ത് വന്ന ആൾക്കാരാണ്. വിസയുടെ കാലാവധി കഴിഞ്ഞ് എല്ലാവരും പോകണം. ഇവിടെ സമ്പാദിച്ചതും കഷ്ടപ്പെട്ടതും ബുദ്ധിമുട്ടിയതും വെട്ടിപ്പിടിച്ചതും കൊന്നു കിട്ടിയതും എല്ലാം ഭാര്യയും കുട്ടികളെയും ഭൂമിയും സ്വത്തും എല്ലാം ഒന്നുമില്ലാത്തവരും എല്ലാവരും ഒരു ദിവസം പോകണം. അതെല്ലാ മനുഷ്യരും